Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. സോ ഈ വീഡിയോയിൽ എന്താണ് എത്തിക്സ്, എന്താണ് ബിസിനസ് എത്തിക്സ്, അതുപോലെ ഫീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ് എത്തിക്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് എത്തിക്സ് എന്ന് നോക്കാം. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഉള്ളിലുള്ള ഒരു സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന വേർഡിന്റെ മലയാളം മീനിങ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ എന്നാണ് ആ ഒരു വേർഡ് മീൻ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊരു ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടും അല്ലെ. അതിനുശേഷം നമ്മൾ സ്കൂളിൽ പോകും, നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന്, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്, അങ്ങനെ നമ്മുടെ ഉള്ളിലെത്തുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലെ. അതിന്റെ ബേസിൽ നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഒരു മോറൽ ഫിലോസഫി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. സോ ആ മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ സൊസൈറ്റിയിൽ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോറൽ ഫിലോസഫി, ദ ഡിസിപ്ലിൻ കൺസേൺ വിത്ത് വാട്ട് ഈസ് മോറലി ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് മോറലി റൈറ്റ് ആൻഡ് റോങ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കൂട്ടം മോറൽ പ്രിൻസിപ്പിൾസ് ആണ്, മോറൽ വാല്യൂസ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ മോറൽ വാല്യൂസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിലും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സമയത്ത് എനിക്ക് ശരി എന്ന് തോന്നുന്ന ഒരു സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നാം, തെറ്റായിട്ട് തോന്നാം അല്ലെ. അതുപോലെ എനിക്ക് തെറ്റായിട്ട് തോന്നുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എന്തായിട്ട് തോന്നാം, ചിലപ്പോൾ ശരിയായിട്ട് തോന്നാം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെയും എത്തിക്സിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഉള്ളിലുള്ള വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അറ്റ് ഇറ്റ് സിംപ്ലസ് എത്തിക്സ് എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. ദേ എഫക്ട് ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ആൻഡ് ലീഡ് ദിയർ ലൈഫ്. അപ്പൊ ഈ ഒരു മോറൽ വാല്യൂസ്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള വാല്യൂസിനെ, മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നത് ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയ എത്തോസിൽ നിന്നാണ്. വിച്ച് ക്യാൻ മീൻ കസ്റ്റം, ഹാബിറ്റ്, ക്യാരക്ടർ ഓർ ഡിസ്പോസിഷൻ. ഈ എത്തോസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് വരുന്നത് കസ്റ്റം, ഹാബിറ്റ്, ക്യാരക്ടർ, ഡിസ്പോസിഷൻ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ചേംബേഴ്സ് ഡിക്ഷണറി ഡിഫൈൻ എത്തിക്സ് ആസ് എ കോഡ് ഓഫ് ബിഹേവിയർ കൺസിഡർ കറക്റ്റ്. അതായത് ഇതിന്റെ ഒരു ഡെഫിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്, അതായത് ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് തെറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓരോ ഇൻഡിവിജ്വലിലും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ളത് രീതി എന്ന് തോന്നുകയാണ്, അപ്പൊ അതാണ് എന്റെ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓരോ ഇൻഡിവിജ്വലിലും എന്താണ്, ഡിഫറെന്റ് ആയിരിക്കും. Simply put, ethics involve learning what is right or wrong and then doing the right thing. അതായത് ശരി ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എത്തിക്സ് സെപ്പറേറ്റ് ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ആൻഡ് റോങ്, ഫെയർ ആൻഡ് അൺഫെയർ, മോറൽ ആൻഡ് ഇമ്മോറൽ, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഹ്യൂമൻ ആക്ഷൻ. അതായത് ഹ്യൂമന്റെ ആക്ഷൻ ഉണ്ടല്ലോ, ഹ്യൂമൻ ബീയിങ്ങിന്റെ ആക്ഷൻസിനെ എന്തായിട്ട് തിരിക്കുന്നുണ്ട്, എല്ലാം രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. ശരി തെറ്റ്, ഗുഡ് ആൻഡ് ബാഡ്, അതുപോലെ ഫെയർ ആൻഡ് അൺഫെയർ, മോറൽ ആൻഡ് ഇമ്മോറൽ, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ആക്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എത്തിക്സ് എന്നുള്ളതിന്റെ മലയാളം മീനിങ് വരുന്നത് ധാർമ്മിക മൂല്യങ്ങൾ എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശരികളും തെറ്റുകളും തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിലുള്ള എത്തിക്സിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അത് അങ്ങനെ ഞാൻ ചെയ്യില്ല, അത് എന്റെ എത്തിക്സിന് എതിരാണെന്ന് പറയില്ലേ, അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. ഇത് ഓരോ ഇൻഡിവിജ്വൽസിലും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ബിസിനസ് എത്തിക്സ് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ എത്തിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ദ അപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്, ഇറ്റ് ഈസ് നോൺ ആസ് ബിസിനസ് എത്തിക്സ്. Business ethics is the application of general ethical ideas to business behavior.
ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ശരി തെറ്റ് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ്സും എന്ത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു സൊസൈറ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലേ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരും ഒരു ഇൻഡിവിജ്വൽ പോലെ നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ. അപ്പൊ അവരും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിസിനസ് ഫോളോ ചെയ്യുന്ന, ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന എത്തിക്കൽ പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് എത്തിക്സ് എന്ന് പറയുക. Ethical business behavior facilitate and promote good to society, improve profitability, fosters business relations and employee productivity. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എത്തിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നല്ല എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, അത് ഓർഗനൈസേഷനും ഗുണം ചെയ്യും, അതുപോലെ തന്നെ സൊസൈറ്റിക്കും ഗുണം ചെയ്യും. ഓർഗനൈസേഷന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുക, അപ്പോൾ എത്തിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ആരോടൊക്കെ ചെയ്യണം, ഇന്റേണലിയും വേണം എക്സ്റ്റേണലിയും വേണം. അതായത് ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ക്ലയൻസ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും എന്ത് ചെയ്യേണ്ടതുണ്ട്, സൊസൈറ്റിയുടെ അടുത്തും എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ എത്തിക്സ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് എന്തുണ്ടായിരിക്കും എന്നാ പറയുന്നത്, നന്നായിട്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ എംപ്ലോയീസ് ഒക്കെ എന്താവും, അവരൊക്കെ നല്ല ലോയലായി മാറും അല്ലെ. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും, അത് പ്രോഫിറ്റബിലിറ്റിനെ ഹെൽപ്പ് ചെയ്യും, പിന്നെ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഒരു ഓർഗനൈസേഷൻ എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. The concept of business ethics has come to mean various things to various people, but generally it's coming to know what is right or wrong and in the workplace and doing what is right. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷന്റെ കേസിലും എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. The life and growth of a business unit depends upon the ethics practiced by the businessman. അപ്പോൾ ഒരു ബിസിനസ്സിന് ലോങ് ടേം ആയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്, അതായത് ലോങ് ടേം എക്സിസ്റ്റൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്, ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു രീതിയിലും പറയാം, ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് എന്തുണ്ടായിരിക്കും, ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി തെറ്റ്, ഒരു ഓർഗനൈസേഷന്റെ കേസിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് നോക്കാം. ബിസിനസ് എത്തിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണ്. ഓക്കെ, അതായത് ബിസിനസ് എത്തിക്സ് ആർ ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ആൻഡ് ഗൈഡ് ബിസിനസ് പീപ്പിൾ ടു പെർഫോം ബിസിനസ് ഫംഗ്ഷൻസ് ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ബിസിനസ് എത്തിക്സ് ഇസ് എ ഡിസിപ്ലിൻ. അതായത് ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എന്താ പറയുക കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. ഒരു ഓർഗനൈസേഷൻ ഒരു പെർട്ടിക്കുലർ കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, നമുക്ക് ആ ബിസിനസിന്റെ എല്ലാ ഫംഗ്ഷൻസിലും ആ ഒരു റൂൾസ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആൻഡ് ആർട്ട് ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ഇറ്റ് കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ദ റൂൾസ് ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ ആണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് സെറ്റ് ചെയ്തു, ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്തു അല്ലെ. അപ്പൊ അത് ഫോളോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേഷൻസ് വരുത്തും അല്ലെ. എന്നിട്ടാണ് നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇതുപോലെ തോന്നുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻസ് വരുത്തും. ഓക്കെ, പിന്നെ നമ്മുടെ എൻവയോൺമെന്റിനനുസരിച്ചും ചേഞ്ചസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ് ആണെന്നാ പറയുന്നത്. ഡൈനാമിക് ആയിട്ടൊരു നേച്ചർ ആണ് ബിസിനസ് എത്തിക്സിനുള്ളത്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് സച്ച് ആസ് സിൻസിയറിറ്റി, ഹ്യൂമൻ വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ എക്സെട്ര. തിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആയ എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, കുറെ എന്താ പറയുക നല്ല വാല്യൂസ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പൊ സിൻസിയറിറ്റി, ഹ്യൂമൻ വെൽഫെയർ, സർവീസ്, ഗുഡ് ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി ആൻഡ് സോഷ്യൽ കസ്റ്റംസ് പ്രിവെയിലിംഗ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ്. റിയാലിറ്റിയും പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്ന കസ്റ്റംസ് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. It studies the activities, decisions and behavior which are related to human being. ഇപ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇൻഡിവിജ്വൽസ് ചേരുന്ന ഒന്നാണ് എന്ത് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ആക്ടിവിറ്റീസിനും ഡിസിഷൻസിനും എല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ബിസിനസ്സിൽ എത്തിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. നമുക്കറിയാം ബിസിനസ് എന്നുള്ളത് ഓൾ ഓവർ ദ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ട്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. മെനി ഓഫ് ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ദ പേഴ്സണൽ ഡിഗ്നിറ്റി
എന്താ പറയുക എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, പേഴ്സണൽ ഡിഗ്നിറ്റീനെ ഈ നമ്മൾ പറയുന്നില്ലേ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇനി വരുന്നുണ്ട് കേട്ടോ, പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്ന് വരുന്നുണ്ട് ബിസിനസ് എത്തിക്സിന്റെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ ഡിഗ്നിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്, എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെന്റ് റോൾസ് ഓഫ് ബിസിനസ്മാൻ വിത്ത് എവറി സിറ്റിസൺ, കസ്റ്റമർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, എല്ലാവരും തമ്മിലുള്ള അത് ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഓർഗനൈസേഷന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ നല്ലൊരു ഹാർമണി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എത്തിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബിസിനസ് എത്തിക്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം, എന്നിട്ട് അത് ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ബിസിനസ് ആർ ദ മോറൽ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ കമ്പനി ആസ് എ ഹോൾ ആൻഡ് ദ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലെ ഇൻഡിവിജ്വൽ എംപ്ലോയീസും അതല്ലെങ്കിൽ ഒരു കമ്പനി ആസ് എ ഹോൾ അവർ സെറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്സിനെയാണ് ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Okay, but these principles take into account values, standards, regulations, and common industry rules that dictate how people behave in the workplace and how a business operates in the community. അതായത് കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട്, അപ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഒരു സൊസൈറ്റിയിലാണ് അല്ലേ. അപ്പോൾ അവിടെ പ്രിവെയിൽ ചെയ്യുന്ന ഡിഫറെന്റ് റെഗുലേഷൻസ്, റൂൾസ്, ഗവൺമെന്റിന്റെ ഒക്കെ ഉണ്ടാവുമല്ലോ ലോകൾ, നിയമങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, പിന്നെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ പ്രിവെയിൽ ചെയ്യുന്ന റൂൾസ് ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലെ എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഈ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്നത്. അതുപോലെ കൺസ്യൂമേഴ്സ് ആർ ഇൻക്രീസിംഗ്ലി അവെയർ ഓഫ് ഹൗ ബിസിനസ് റൺ. നമുക്കറിയാം കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. അവരെപ്പോഴും അവർക്ക് താല്പര്യമുള്ള ഓർഗനൈസേഷൻസ് അത് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്നറിയാൻ ഒരുപാട് ആഗ്രഹം കാണിക്കും അല്ലെ. അപ്പോൾ ഓർഗനൈസേഷൻ വിത്ത് എ സോളിഡ് മോറൽ ഫൗണ്ടേഷൻ ഡെവലപ്പ് ട്രസ്റ്റ് ആൻഡ് ഗെയിൻ ക്രെഡിബിലിറ്റി വിത്ത് ക്ലയൻസ് ആൻഡ് എംപ്ലോയീസ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നല്ല എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, എല്ലാവരുടെ ഇടയിലും അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും കസ്റ്റമേഴ്സിന്റെയും എല്ലാവരുടെ ഇടയിലും നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഈ ഒരു ഓർഗനൈസേഷനോട് നല്ലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. ക്ലയൻസ് ആണെങ്കിലും അതെ, എംപ്ലോയീസ് ആണെങ്കിലും അതെ, കസ്റ്റമേഴ്സ് ആണെങ്കിലും അതെ. ഓക്കെ, അപ്പൊ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്താലുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്തുണ്ടായിരിക്കും, നല്ലൊരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത്, ഇതുവഴി നമുക്ക് എന്തുണ്ടാവും, ഗുഡ് വില്ല് കൂടും അല്ലെ. ഗുഡ് വില്ല് കൂടും, നമുക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. Okay, achieving success legally and ethically is a more sustainable, stable approach to long-term success. ഇങ്ങനെ നല്ലൊരു രീതിയിൽ എന്താ പറയുക, ലീഗലിയും എത്തിക്കലിയും ആയിട്ട് നല്ലൊരു രീതിയിലാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നെങ്കിൽ എന്താ പറയുക, ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലെ എംപ്ലോയീസും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ അവർ ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്, ഇൻഡിവിജ്വൽസിന്റെ എന്താ പറയുക അവരുടെ വാല്യൂ സ്റ്റാൻഡേർഡ്സ് അതിനെ ബേസ് ചെയ്തിട്ട്, എന്താ പറയുക സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്യുന്ന റൂൾസ് റെഗുലേഷൻസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് മോറൽ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നോക്കാം. ഇതിൽ 15 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോണസ്റ്റി ആണ്. ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എല്ലാ മെമ്പേഴ്സും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഹോണസ്റ്റി. അതായത് സത്യസന്ധത അല്ലെ. അതായത് എന്ത് പറയണം, ടെല്ലിംഗ് ദ ട്രൂത്ത് ആണ് റിഗാർഡ്ലെസ് ദ കോൺസിക്വൻസസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ സത്യം എന്നുള്ളത് കാര്യം തുറന്നു പറയണം, അതല്ലാതെ ഒളിപ്പിച്ചു വെക്കുകയല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കള്ളത്തരം പറയല്ല വേണ്ടത്. അതായത് നമ്മൾ അങ്ങനെ സത്യം പറയുന്നത് വഴി എന്താണ്ടാവുക, നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. ഇപ്പോൾ ഓർഗനൈസേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതിപ്പോൾ നമ്മുടെ എംപ്ലോയീസിന്റെ അടുത്ത് എന്ത് ചെയ്യുക, തുറന്നു സംസാരിക്കാം. എംപ്ലോയീസ് എന്നുള്ളത് ഓർഗനൈസേഷന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് തുറന്നു പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ട്രസ്റ്റ് കൂടേ ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അവർ നമ്മുടെ ഏതൊരു സിറ്റുവേഷനിലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, അവർ എംപ്ലോയീസ് അല്ലെ അവരുടെ അടുത്ത് പറയണ്ട, അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മളോട് അത്ര വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം എന്നാ പറയുന്നത്, ഹോണസ്റ്റി എന്നുള്ളൊരു ഇത് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്.
ഇന്റഗ്രിറ്റി എന്നുള്ളത് ഓണസ്റ്റി പോലെ തന്നെ ആത്മാർത്ഥത മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയാ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ഇപ്പൊ ആരെങ്കിലും എന്നെ എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ റൂൾസ് ഫോളോ ചെയ്യുന്നു, ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന റൂൾസ് ഫോളോ ചെയ്യുന്നു. ഇനിയിപ്പോൾ ആരും എന്നെ നോക്കുന്നില്ലെങ്കിലും ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയല്ല. അതായത് അവിടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ആരും നമ്മളെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് അത് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റഗ്രിറ്റി അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും ചെയ്യും. നമ്മൾ റൂള് വിട്ടിട്ട് കളിക്കുന്നില്ല, അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാകും. മറ്റുള്ളവരിൽ ഒരു റെസ്പെക്ട്, നമ്മളെ പറ്റിയിട്ട് ഒരു റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസും അല്ലെങ്കിൽ ഓരോ ആളുകളും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് വൺ എന്ന് പറയുന്നത് ലോയൽറ്റി ആണ്. ലോയൽറ്റി എന്ന് പറയുന്നത് ലോയൽ ആയിരിക്കണം. ഓക്കെ, എന്താ പറയുക, റിമൈനിങ് ഫെയ്ത്ത്ഫുൾ ടു ബിസിനസ് പാർട്ട്നേഴ്സ്, എല്ലാവരുടെ അടുത്തും, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ അവരുടെ പാർട്ട്നേഴ്സിന്റെ അടുത്തും കോവർക്കേഴ്സ് ആണെങ്കിലും ക്ലയൻസ് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും എന്തുണ്ടായിരിക്കണം, ലോയൽ ആയിരിക്കണം. അങ്ങനെ ലോയൽ ആയിരുന്നുള്ള ഗുണം എന്താ വെച്ചാൽ എന്താണ്, ഒരുപാട് കാലം ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. ലോയൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ആയിരിക്കണം, ലോയൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷനിലെ ലീഡേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു എത്തിക്കൽ ഓർഗനൈസേഷൻ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ഫോം ചെയ്യണം, കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ളത് ഫോളോ ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഈ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കണം. ഇതാണ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്, ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്ന് എല്ലാ എംപ്ലോയീസിനും എല്ലാവരെയും അറിയിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല, എല്ലാവരെയും അറിയിക്കണം. അത് ഇന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന് എല്ലാവരെയും അറിയിക്കണം. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ക്രിയേഷൻ ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്തെടുത്തു, അത് നല്ല രീതിയിൽ എംപ്ലോയീസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്കും കാര്യങ്ങൾ ക്ലിയർ ആവും. അതായത് നമ്മൾ ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അവരിലൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു രീതിയിലാണ് പാറ്റേൺ, ഇതനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, എല്ലാവരെയും അറിയിക്കണം. ഓക്കെ, പിന്നെ അവർക്ക് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക. പിന്നെ അതുപോലെ അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവരത് ഫോളോ ചെയ്യണമെന്ന് നമ്മളതൊന്ന് മോണിറ്റർ ചെയ്യും വേണം. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് റെക്കഗ്നീഷൻ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ അതും ഇതിന്റെ ഭാഗം തന്നെയാണ്, എത്തിക്കൽ ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലയൻസ് ആണ്. കംപ്ലൈൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാലിക്കുക എന്നുള്ളതാണ് ആ ഒരു വേർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ ഓർഗനൈസേഷൻ ആകുമ്പോൾ അത് പാലിക്കേണ്ടതായിട്ടുള്ള കുറേ റൂൾസും റെഗുലേഷൻസും പിന്നെ ഗവൺമെന്റ് പറയുന്ന കുറേ ലോസും ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ നല്ല രീതിയിൽ പാലിച്ചു പോകണം എന്നാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ. അതും അതിന്റെ ഒരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയർനെസ്. ഫെയർ ആയിരിക്കണം. ഓക്കെ, ബീങ് ഫെയർ ആയിരിക്കണം. വർക്ക് പ്ലേസിൽ എല്ലാവരെയും നല്ല രീതിയിൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഒരാൾക്ക് കൂടുതൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, മറ്റൊരാളെ എന്താ പറയുക അവോയ്ഡ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റെസ്പെക്ട് ആണ്. നമ്മൾ ഫെയർനെസ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഓരോ പൊസിഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊരു ഓർഗനൈസേഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ടീം മെമ്പേഴ്സിനും അവരവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഒരാൾക്ക് കുറവ്, അങ്ങനെയല്ല. എല്ലാവരെയും നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഓരോരുത്തർ പറയുന്ന ഐഡിയാസ് ആണെങ്കിലും ഒപ്പീനിയൻസ് ആണെങ്കിലും അതിനെ കൺസിഡർ ചെയ്യുക. ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓരോരുത്തർ പറയുന്നത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും എതിരായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞു മനസ്സിലാക്കുക. ഓക്കെ, നല്ല രീതിയിൽ. അപ്പൊ അതാണ് പറയുന്നത്, ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം. അപ്പൊ അതാണ് റെസ്പെക്ട് എന്നുള്ളതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തിനെസ് ആണ്. ട്രസ്റ്റ് വർത്തിനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ്, കൊളീഗ്സ്, പാർട്ട്നേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മൾ എന്തായിരിക്കണം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യസന്ധത, ഹോണസ്റ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, അതുപോലെ തന്നെ
ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡെഡ് ലൈൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ കാര്യം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, പ്രാവർത്തികമാക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കരുത്. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, എത്തിക്സ് നല്ലൊരു എത്തിക്കൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ബീങ് റെസ്പോൺസിബിൾ ഇൻ ദ വർക്ക് പ്ലേസ് മീൻസ് ടേക്കിംഗ് ഓണർഷിപ്പ് ഓഫ് യുവർ ടാസ്ക്. അതായത് ഓരോ ഇൻഡിവിജ്വലും എന്തായിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം. അവരെ ഏൽപ്പിച്ച ജോലി അത് അവരെ ഏൽപ്പിച്ചതാണ്, അത് അവർ ചെയ്യേണ്ടതാണ് അല്ലെ. അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവർ അവരെ ഏൽപ്പിച്ച് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും അവർ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, അങ്ങനെയല്ല. ഓരോരുത്തരും അവരുടെ നിലയിൽ റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി ഈ പറഞ്ഞ പോലെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റിയുടെ വേറൊരു ഇതാണ്. അതായത് നമ്മളെ ഏൽപ്പിച്ച ജോലി അത് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ ഒരു എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് അല്ലെ. അപ്പൊ എനിക്കറിയാം ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി, ഞാനത് ഫോളോ ചെയ്യുക, മറ്റുള്ളവരും അത് ഫോളോ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുക അല്ലെ. അതല്ലാതെ അവർ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നോക്കിയിരുന്നിട്ട് അവർ ചെയ്യണമെങ്കിലേ ഞാൻ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടീമിന്റെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു ടീമിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് അച്ചീവ് ചെയ്യാനും ടീം സക്സസിലേക്ക് ആവുള്ളൂ അല്ലെ. അതല്ലാതെ ടീമിലെ എല്ലാ മെമ്പേഴ്സും തമ്മിൽ നല്ല ട്രസ്റ്റ് ഒക്കെ ആവശ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവർ സംശയിച്ചുകൊണ്ട് ഇനി അവർ ചെയ്യില്ലേ, അവരിനി എഗെയിൻസ്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു കാര്യം എന്നുള്ളത് സക്സസ് ആവില്ല അല്ലെ. അപ്പൊ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ജോലി അത് ഞാൻ നല്ല രീതിയിൽ ചെയ്യുക, ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇതാണ് എന്താ പറയാ അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറയുമ്പോൾ മലയാളം മീനിങ് വരുന്ന അനുകമ്പ എന്നാണ്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അവിടെ ഇല്ല എല്ലാവരോടും എന്തുണ്ടായിരിക്കണം, ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. മറ്റുള്ളവരുടെ ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, ഇപ്പോ ഒരു കമ്പാഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു എംപ്ലോയീസിന്റെ റിലേറ്റീവിന് ആർക്കെങ്കിലും ഇപ്പൊ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമോ ഒരു സർജറി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഓർഗനൈസേഷനിൽ പറ്റുന്ന ഒരു നല്ലൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയാ എല്ലാവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ എന്തിന്റെ ഭാഗമാണ്, ഒരു കമ്പാഷന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, അവിടുത്തെ എംപ്ലോയീസിന് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, അവർ നമ്മുടെ കൂടെ നിൽക്കുകയാണ്, നമ്മൾ ഒന്നാണ്, നമ്മുടെ കൂടെ നമ്മുടെ ഓർഗനൈസേഷൻ നിൽക്കുന്നുണ്ട്, നമുക്കും നാളെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും ഇല്ലേ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റണം. അത് നല്ലൊരു എത്തിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഇനി ഇപ്പൊ കമ്പാഷൻ പറഞ്ഞു. 13th പോയിന്റ് പറയുന്നത് സോഷ്യൽ കോൺഷ്യസ്നെസ് ആണ്. സോഷ്യൽ കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹിക ബോധം എന്നാണ്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു അതൊരു സൊസൈറ്റിയുടെ ഭാഗമാണ് അല്ലെ. സൊസൈറ്റി ഒരു ഇൻഡിവിജ്വൽ പോലെ തന്നെ സൊസൈറ്റിയുടെ ഇൻഡിവിജ്വലിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം അല്ലെ. അപ്പൊ അതിനെയാണ് സോഷ്യൽ കോൺഷ്യസ്നെസ്, ആ ഒരു സാമൂഹിക ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയാ ആ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട അതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ പറയാ വെച്ചാല് എന്താ പറയാ ഇപ്പോ ലുലു ഒക്കെ കണ്ടിട്ടില്ലേ, ലുലു ഗ്രൂപ്പിൽ ഇപ്പൊ എം എ യൂസഫലി സാറൊക്കെ അല്ലേ, അപ്പൊ അദ്ദേഹമൊക്കെ നമുക്ക് ഇപ്പൊ കാണാം അല്ലെ. സോഷ്യലി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വരുന്ന സമയത്ത് അവര് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഗ്രൂപ്പ് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ അല്ലേ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമാണ്. കാരണം ആ ഒരു ബിസിനസ് എന്നുള്ളത് നിലനിൽക്കുന്നത് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് അല്ലെ. അപ്പൊ ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണത് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്നുള്ളത് നമ്മുടെ ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പൊ ഒരുപാട് കമ്പനീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ലേ. അപ്പൊ അത് ഈ ഒരു പ്രിൻസിപ്പിളും അവർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻവിയോൺമെന്റൽ കോൺഷ്യസ്നെസ് ആണ്. അത് മീൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സാമൂഹിക ബോധം എന്നല്ലേ. എൻവിയോൺമെന്റ് എന്ന് വെച്ചാൽ എൻവിയോൺമെന്റിനെ പറ്റിയിട്ട് ഒരു ഇത് വേണം. അതായത് നമ്മൾ പ്രിവെയിൽ ചെയ്യുന്നത് ഒരു എൻവിയോൺമെന്റിലാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് ക്ലൈമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസും അതൊക്കെ എറേസ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലെ. ക്ലൈമാറ്റിക് ആക്ഷൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈം. അപ്പൊ നമുക്ക് എപ്പോഴും എൻവിയോൺമെന്റിനെ പറ്റിയിട്ടും എന്തുണ്ടായിരിക്കണം, ഒരു ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു കമ്പനി നടത്തുന്നുണ്ടെന്ന് വെച്ചിട്ട് അത് എൻവിയോൺമെന്റ് ദോഷം ഉണ്ടാക്കിക്കൊണ്ടാവരുത്
അല്ലെ? അപ്പോൾ ഇപ്പോൾ ഒരുവിധ എല്ലാ കമ്പനീസ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രീൻ HRM ഉണ്ട്, ഗ്രീൻ മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനത്തെ ടേംസ് ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ നടപ്പിലാക്കുന്നത് ഈ ഒരു എൻവിയോൺമെന്റൽ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് എത്തിക്സിന്റെ ഭാഗമെന്നാ പറയുന്ന ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കണം? സുതാര്യത ഉണ്ടായിരിക്കണം. അതായത് ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഒരു എന്തുണ്ടായിരിക്കണം? എല്ലാം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാവരുത്. ഇപ്പൊ നമ്മൾ ഈ പറയില്ലേ, ഇയർ എൻഡിങ്ങിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യില്ലേ, എന്നിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ഈ ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യങ്ങളാണ്, ഇത്ര കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, ഇത്ര റവന്യൂ വരുന്നുണ്ട്, ഇത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്, അതിൽ നമ്മൾ ടാക്സ് ഇത്ര അടയ്ക്കുന്നുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്ര ഫണ്ട് ചെലവാക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. ഇതും ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ടാണ്. ബിസിനസ് എത്തിക്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുക, അല്ലെ? അപ്പോൾ ഇതിൽ നമ്മൾ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്ന ടൈമിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൾച്ചറാണ്. നമുക്കറിയാം നമ്മൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലിന്റെ കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അല്ലെ? അവർ ജനിച്ചതും വളർന്നതുമായ സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ കൾച്ചർ വരുന്നത്. സോ ഓരോ ഇൻഡിവിജ്വലിന്റെ കൾച്ചർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മറ്റൊരാളുടെ കൾച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതും നമ്മുടെ ഓർഗനൈസേഷൻ നടപ്പിലാക്കാൻ പാടില്ല, അല്ലെ? അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ ആണ് കൾച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. ഈ സെയിം പോലെ തന്നെയാണ് ഓരോ ഇൻഡിവിജ്വൽസിനും അവരവർ ഫോളോ ചെയ്യുന്ന ഓരോ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡിവിജ്വൽസ് വരുന്നതാണ്. അപ്പോൾ ഇവർ എല്ലാവരുടെയും കോഡ് ഓഫ് എത്തിക്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെജിസ്ലേഷൻ ആണ്. ലെജിസ്ലേഷൻ മീൻസ് ലോ ആണ്, നിയമങ്ങൾ. ആ ഒരു കമ്പനി നിലനിൽക്കുന്ന അവിടെ എന്തൊക്കെ ലോ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടും എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ, നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ, ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ ലോ റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വേണം ഒരു കമ്പനി ഈ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും പ്രവർത്തിക്കരുത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൽ ഫിഫ്ത്ത് പോയിന്റും തേർഡ് പോയിന്റും റിലേറ്റഡ് ആവും. ലെജിസ്ലേഷൻ പോലെ തന്നെ വരുന്നതാണ് ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗവൺമെന്റിന്റെ റൂൾസ് നമ്മൾ കമ്പനി നിലനിൽക്കുന്ന അവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അത് നമ്മുടെ ബിസിനസ് എത്തിക്സിനെ എഫക്ട് ചെയ്യും. അതുപോലെയാണ് ഫോർത്ത് പോയിന്റ് എത്തിക്കൽ കോഡ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനിക്ക് എന്താ പറയുക, ഒരു എത്തിക്കൽ കോഡ് ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ എന്ത് അപ്പോൾ എത്തിക്കൽ കോഡ് ഓഫ് ദ കമ്പനി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അവര് എന്താ പറയുക, അവിടെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള, അതായത് the code created, shared and applied by the company shapes its ethical atmosphere എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിലനിൽക്കുന്ന എന്താ പറയുക, അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ഷെയർ ചെയ്തിട്ടുള്ള, അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടല്ലോ, അത് എന്തിനെ എഫക്ട് ചെയ്യും? ആ ഒരു ബിസിനസിന്റെ എത്തിക്സിനെ എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ സിക്സ്ത് വൺ ആണ് സോഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, സോഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, അല്ലെ? അപ്പൊ അവിടെ കസ്റ്റമേഴ്സിനുള്ളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യണം? അവരെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്, അല്ലെ? നമ്മുടെ കാര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കുക, നമുക്ക് പ്രോഫിറ്റ് കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിന് ബാഡ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അവർ പിന്നെ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങിക്കില്ല. ഓക്കെ, അവര് വാങ്ങിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു നെഗറ്റീവ് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതാണ് പറയുന്നത് സോഷ്യൽ പ്രഷേഴ്സ് എന്നുള്ളതും. അപ്പൊ നമ്മുടെ എത്തിക്സ് എന്നുള്ളത് ഫോം ചെയ്യുമ്പോൾ ഈ സോഷ്യൽ പ്രഷേഴ്സ് എന്നുള്ളതും അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആണ് എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ പ്രിവെയിൽ ചെയ്യുന്ന എത്തിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ആ ഒരു എത്തിക്കൽ പ്രാക്ടീസസ് ഡെഫിനറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പോരാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മളും ചെയ്യണം, അല്ലെ? എന്നാൽ തന്നെ നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. മറ്റെല്ലാവരും എത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്തിട്ട് നമ്മളെ അഗെയിൻസ്റ്റ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എപ്പോഴും എലിമിനേറ്റ് ആയി എന്ന് ചോദിച്ചാൽ മതി, അല്ലെ?
അപ്പൊ അതാണ് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പ്രിവെയിൽ ചെയ്യുന്ന എത്തിക്കൽ ക്ലൈമറ്റ് എന്നുള്ളതും നമ്മുടെ ബിസിനസ് എത്തിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഫാക്ടേഴ്സ് എഫക്ടിങ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബിസിനസ് എത്തിക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമ്മൾ എത്തിക്സ് എന്താ പറഞ്ഞു, ബിസിനസ് എത്തിക്സ് പറഞ്ഞു, ഫീച്ചേഴ്സ്, ബിസിനസ് എത്തിക്സിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ പ്രിൻസിപ്പിൾസ്, അതുപോലെ ഫാക്ടേഴ്സ് എഫക്ടിങ് ബിസിനസ് എത്തിക്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.